ഇന്ന് നമുക്ക് ചോളം അല്ലെങ്കിൽ കോൺ പുട്ട് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല സോഫ്റ്റായിട്ട് എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത്, അതുപോലെ വ്യത്യസ്ത ഷേപ്പിൽ നമുക്ക് എങ്ങനെ നല്ല അടിപൊളി പുട്ട് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തരിയുള്ള പുട്ടുപൊടിയായിട്ട് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ അജ്മാനിലെ ഹാഷിമെന്ന് നമ്മൾ അങ്ങനെ തൂക്കത്തിന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് പല കമ്പനിയുടെ നമുക്ക് പാക്കറ്റും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു പുട്ടുപൊടിയിലേക്ക് അല്പം ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് പുട്ടിന് നനച്ചെടുക്കുന്ന പോലെ നനച്ചെടുത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇതുപോലുള്ളൊരു ഓട്ടപാത്രം എടുത്ത് നമ്മൾ നനച്ചെടുത്തിട്ടുള്ള ആ ഒരു പുട്ടുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല മയമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഏത് പുട്ടുപൊടി നനച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ, ഓരോ ഓട്ടപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് പല ഷേപ്പിൽ പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ആവി കയറ്റുന്നത് തന്നെ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉള്ള ഒരു പാത്രത്തിനകത്താണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാത്രം ഞാൻ എടുത്തേ, അതിലേക്ക് അല്പം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് അതിന് മുകളിൽ പുട്ടുപൊടി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഷേപ്പിലുള്ള പുട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം, പല ഷേപ്പിൽ പുട്ട് ഉണ്ടാക്കുകയും ചെയ്യാവുന്ന വേറൊരു മെത്തേഡാണ്. ഫുള്ളായിട്ട് നമ്മളൊരു ഓട്ടപാത്രത്തിനകത്തേക്ക് പുട്ടുപൊടി ഇട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് വെന്തിട്ടുള്ള പുട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ ചിരട്ടക്കകത്തോ ഒക്കെ തേങ്ങ വെച്ച് ഈ ഒരു ആവി കയറ്റിയിട്ടുള്ള പുട്ടും കൂടെ വെച്ച് കൊടുത്ത് പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓരോ പുട്ടായിട്ട് നമുക്കിങ്ങനെ കുക്കറിന് മുകളിൽ വെച്ച് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ.